Many of you have already heard of Percy Bysshe Shelley. ആരും തന്നെ ഷെല്ലിയെ കുറിച്ച് കേൾക്കാത്ത ഒരു മലയാളി പോലും കാണുകയില്ല. സോ ഷെല്ലി ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് കവിയാണ്. Shelley was a famous English romantic poet. And you might have all heard of Wordsworth. You have heard of Coleridge, Wordsworth, Keats തുടങ്ങിയ കവികളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. വളരെയധികം കാൽപ്പനിക ഭാവവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവാദികളും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളും പ്രകൃതിയിലേക്ക് മനുഷ്യൻ മടങ്ങണം എന്ന് ആദ്യമായി തന്നെ മനുഷ്യരാശിക്ക് ഉദ്ബോധനം നൽകിയ കവികളാണ് ഇവയെല്ലാം തന്നെ. So if you look into romantics are popularly known for their democratic spirit, for their ideals of liberty and freedom, and as well as their call to return to the nature. പ്രകൃതിയിലേക്ക് മടങ്ങി പോകണം എന്നുള്ള ആശയം ആദ്യമായിട്ട് കൂടുതലായിട്ട് പ്രചാരണം നൽകിയ കവികളായിരുന്നു ഇവർ. Now, if you look into Shelley is called as a younger romantic. Romantic കവികളിൽ തന്നെ യുവത്വത്തിന്റെ ആ ഒരു സ്വരമായിരുന്നു നമുക്ക് ഷെല്ലിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം വിപ്ലവ നിറഞ്ഞ കവിതകളാണ് ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലിബർട്ടി, ഫ്രീഡം, അതുപോലെ തന്നെ ലിബറേഷൻ, ഇവയിൽ ഊന്നിയിട്ടുള്ള ആശയങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Now today we are going to read this very popular poem, To a Skylark. Skylark എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്കൈലാർക്ക് വാനമ്പാടി. ഒരു പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവണം ഈ ഒരു പക്ഷിയെ. Anyway, this is a very popular bird in Europe. യൂറോപ്പിൽ ഇത് വളരെയധികം കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. വളരെയധികം ശബ്ദ മാധുര്യത്തോടു കൂടി തന്നെ ഗ്രാമവീഥികളിലും വയലേലുകളിലും ഒക്കെ തന്നെ ഈ ഒരു പക്ഷിയെ കാണാൻ സാധിക്കും. Once upon a time, Shelley, along with his wife Mary Shelley, happened to visit the villages, the countryside of Italy. ഇറ്റലിയിലെ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇടയായി. അവിടെ ഒരു വൈകുന്നേരം ഇവർ ഒത്തുള്ള ഒരു യാത്രയിലാണ് സ്കൈലാക്കിനെ ഷെല്ലി ശ്രദ്ധിക്കുന്നത്. ഈ പക്ഷിയെ ശ്രദ്ധിച്ചതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പക്ഷി നിർത്താതെ ചിലയ്ക്കുകയാണ്, നിർത്താതെ സംഗീതാത്മകമായിട്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. The bird was continuously producing beautiful music. That was one reason. രണ്ടാമതായിട്ട്, ഈ പക്ഷി ഇത്രയേറെ സംഗീതാത്മകമായി പാടണമെങ്കിൽ ഇതിന്റെ മനസ്സ് ഏത് രീതിയിലാണ് എന്ന് ഷെല്ലി ചിന്തിക്കുകയുണ്ടായി. ഇത് സ്വന്തം ഭാര്യയായ മേരി ഷെല്ലിയോട് അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. മേരി ഷെല്ലിയൊക്കെ സാഹിത്യ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരു പക്ഷെ പരിചിതമായിരിക്കാം. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവാണ് മേരി ഷെല്ലി. ഇത് ആധുനിക ഇംഗ്ലീഷ് സിനിമകൾ ഒക്കെ തന്നെ വളരെയധികം പ്രചോദനമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ഡബിൾ മെയിൻ വിദ്യാർത്ഥികൾ ഒരു പക്ഷേ നിങ്ങളുടെ വായനയിലൂടെ ഇത് മനസ്സിലായിട്ടുണ്ടാവണം. റൊമാൻറ്റിസിസം എന്താണ്, ഇംഗ്ലീഷ് കാൽപ്പനികത എന്താണ് എന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത നിങ്ങൾക്ക് കുറച്ചു മുൻപ് കാൽപ്പനികത എന്താണ് റൊമാൻറ്റിസിസം, എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യവാദം, അതുപോലെ തന്നെ ഉത്കൃഷ്ടമായിട്ടുള്ള സന്തോഷം, അതുപോലെ തന്നെ പ്രകൃതിയിലേക്കുള്ള ഒരു മടങ്ങി വരവ്, ഇവയിലൊക്കെ അതുപോലെ തന്നെ മണ്ണിന്റെ ഗന്ധമുള്ള കവിതകളാണ്
ഇത്തരം കവികൾ എഴുതിയിരുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് നമുക്ക് ഈ റൊമാൻറ്റിക് കവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റൊമാൻറ്റിക് ഏജ് എന്ന് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിനെ അറിയപ്പെട്ടിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ഈ കവികൾ ഉണ്ടായിരുന്നു. Now, if you look into this poem, to a skylark, skylark now is a symbol. Skylark എന്ന ഈ ഒരു പക്ഷി ഈ ഒരു കവിതയിൽ ഒരു സിംബലാണ്, ഒരു അടയാളമായിട്ടാണ്, ഒരു മുദ്രയായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കവി ഇവിടെ ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെയും ഉത്കൃഷ്ടതയുടെയും അതുപോലെ തന്നെ ദൈവീകതയുടെയും ആത്മീയതയുടെയും അതുപോലെ തന്നെ ഒക്കെ ഒരു ചിഹ്നമായിട്ടാണ് ഈ ഒരു പക്ഷിയെ ഈ ഒരു കവിതയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സ്കൈലാർക്ക്, ആ ഒരു വാനമ്പാടി എന്ന ആ ഒരു പക്ഷിയുടെ ജീവിതം ഒരു പക്ഷേ മനുഷ്യ ജീവിതത്തിനേക്കാൾ, നശ്വരമായ മനുഷ്യ ജീവിതത്തിനേക്കാൾ എത്രയോ മനോഹാരിത, എത്രയോ ആത്മീയത നിറഞ്ഞതാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ കവിതയുടെ അവസാന തുടക്ക ഭാഗങ്ങളിൽ കവി വളരെയധികം അത്ഭുതത്തോടുകൂടിയാണ് ഈ പക്ഷിയെ നോക്കിക്കാണുന്നത്. The poet is looking at the bird with a kind of awe and reverence. Awe എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, AWE. അതുപോലെ reverence, REVERENC, reverence, വളരെയധികം ദൈവിക പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പക്ഷിയെ നോക്കിക്കാണുന്നത്. So, having said this, let's move into this poem. Let me read the poem and then we can explicate the poem. But before moving into the poem, I would like to go to a presentation. Okay, let me off my video and then go to the presentation. Give me a second to start the presentation. Can you see my screen? Can somebody confirm? Can you see my screen? Yes, sir. Okay. I can see. Okay. Now, you see. To a Skylark is a very long poem. It consists of nearly 105 lines. 105 വരികളുള്ള ഒരു കവിതയാണ്. ഇത് മാത്രമല്ല 21 സ്റ്റാൻസാസ് ആണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കവിതയുടെ ഘടന ഞാനൊന്ന് ആദ്യമായി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. Now, if you look in the very structure of this poem, you find 21 stanzas. It's a very pretty long poem. And each stanza, if you look into each stanza, there are almost 5 lines. See, there are 5 lines in each stanza. ഓരോ കവിതയ്ക്കും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കവിതയ്ക്ക് ഒരു റൈം സ്കീം കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ റൈം സ്കീം, പൊതുവായ ഒരു റൈം സ്കീം ഈ കവിതയ്ക്കുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ കവിതയിലേക്ക് കടക്കാം. റൈം സ്കീം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആദ്യത്തെ സ്റ്റാൻസ മാത്രം ഒന്ന് വായിക്കുകയാണ്. Hail to thee, blithe spirit, bird thou never wert, that from heaven or near it pours thy full heart and profuse strains of unpremeditated art. Now, let's look into these last words. Spirit, word, it, heart, and art. Okay? So you can see the rhyme scheme between spirit rhymes with it, word rhymes with heart, and heart again rhymes with art, right? So with regard to the first 2 rhymes, I have given A and A. With the second 2 rhyming words, I have given it B and B. And the same sound is again heard here, so B and B. Okay, so the rhyme scheme is A, B, A, B, B. Okay, so rhyme scheme is not what is most important to us. What is most important to us is the discussion on the poem. Okay, now, hail to thee, blithe spirit. വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് ഈ കവിത തുടങ്ങുന്നത്. Hail to thee. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ
പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, if you are a Christian and if you are in the habit of reading rosary എന്ന ആ ഒരു ജപമാല വായിക്കുന്ന സമയത്ത് hail to thee mother Mary എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. Hail is almost like an open exhortation, ഒരു തുറന്ന ഒരു മനസ്സോടുകൂടി എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ വീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഹെയിൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെയിൽ ടു ദീ, വളരെയധികം ആശ്ചര്യത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഹെയിൽ ടു ദി ബ്ലിത്തി സ്പിരിറ്റ്. നൗ ബ്ലിത്തി മീൻസ് സംതിങ് ദാറ്റ് ഈസ് സോ ഡിവൈൻ, സംതിങ് ദാറ്റ് ഈസ് സോ ഡിവൈൻ, വളരെയധികം ആത്മീയമായിട്ടുള്ള, വളരെയധികം പരിശുദ്ധിയുള്ള എന്തോ ഒരു വസ്തുവായിട്ടാണ് ഇദ്ദേഹം ആ ഒരു പക്ഷിയെ തുടക്കത്തിൽ തന്നെ വീക്ഷിക്കുന്നത്. ഹെയിൽ ടു ദി ബ്ലിത്തി സ്പിരിറ്റ്. Bird, thou never wert. So now wert എന്ന വാക്കിന്റെ അർത്ഥം ബി എന്നാണ്, എസൻസ്. അതായത് ഈ പക്ഷിയുടെ ആകാര സൗകുമാര്യത്തെക്കാൾ, ഈ പക്ഷിയുടെ ശരീരത്തെക്കാൾ ഈ പക്ഷിയുടെ മനസ്സിനെയാണ് അദ്ദേഹം കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടുകൂടി ഹെയിൽ ടു ദി ബ്ലിത്തി സ്പിരിറ്റ്. ഈ പക്ഷിയെ ഇദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ഒരു സ്പിരിറ്റ് ആയിട്ടാണ്. സ്പിരിറ്റ് മീൻസ് something which does not have a body, ഒരു ബാഹ്യമായ ഒരു ശരീരമില്ലാത്ത ഒരു മനസ്സാണ്, ഒരു നിറഞ്ഞ് തുളുമ്പുന്ന അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നിറകുടമാകുന്ന ഒരു ദീപം പോലെയാണ് ഈ കവി ഷെല്ലിയാകുന്ന ഈ കവി ഈ ഒരു പക്ഷിയെ നോക്കി കാണുന്നത്. Bird, thou now wert, that from heaven or near it pourest thy full heart. Now the bird is presented as singing out its full heart. ആ ഒരു പക്ഷി അതിൻ്റെ മനസ്സ് പൂർണ്ണ തോതിൽ നിറഞ്ഞ്, സ്വന്തം മനസ്സിൽ നിന്നുള്ള ആ ഒരു കവിത നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിൽ പക്ഷി ഇങ്ങനെ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നി, ഈ ഒരു പക്ഷി സ്വർഗരാജ്യത്ത് നിന്നെങ്ങാനും വന്ന ഒരു പക്ഷിയാണോ? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് that from heaven or near it, സ്വർഗ രാജ്യത്തിനോ അതോ അതിന് സമീപത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ മറ്റോ വന്ന ഒരു പക്ഷിയാണോ എന്നുള്ള ഒരു സംശയം ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നു. അത്രയധികം മനോഹരമായിട്ടുള്ള സംഗീതമാണ് ഈ ഒരു പക്ഷി പാടിക്കൊണ്ടിരിക്കുന്നത്. Pourest thy full heart in profuse strains of unpremeditated art. Unpremeditated, നിർഗളമായിട്ടുള്ള, ഒഴുകി പരക്കുന്ന ഒരു അഭൗമമായിട്ടുള്ള സൗന്ദര്യമുള്ള ഒരു സംഗീതമാണ് ഈ പക്ഷി പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പകലെന്നില്ല, പിന്നെ സൂര്യാസ്തമയം എന്നില്ല, സൂര്യന്റെ ഉദയം എന്നില്ല, എല്ലാ സമയത്തും ഈ ഒരു പക്ഷി നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും സന്തോഷം ആ ഒരു പക്ഷിക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ കാരണം? തീർച്ചയായിട്ടും ഇഹലോകത്തുള്ള വിഷമങ്ങൾ ഈ പക്ഷിക്ക് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സോ ഇൻ ദ വെരി ബിഗിനിങ്, ഇൻ ദ വെരി ഫസ്റ്റ് ആൻസർ, ദ ബേർഡ് ഈസ് ആക്ച്വലി kind of making a kind of bifurcation between the human world and the divine world of the bird. ഈ ഒരു പക്ഷിയുടെ ആത്മീയത നിറഞ്ഞ, ആത്മീയ സൗന്ദര്യമുള്ള ലോകവും ബാഹ്യമായിട്ടുള്ള ധനത്തിനും അതുപോലെ മറ്റ് പ്രശ്നങ്ങളിൽ ഉഴലുന്ന മനുഷ്യ ജീവിതവുമായിട്ട് വളരെയധികം ഒരു വ്യത്യസ്തത ഇദ്ദേഹം കാണുന്നു. He is trying to contrast the human life with that of the bird's life. പക്ഷിയുടെ സംഗീതം നിറഞ്ഞ ജീവിതത്തിനെ മനുഷ്യന്റെ നശ്വരമായിട്ടുള്ള മനുഷ്യന്റെ എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ. ഹ്യൂമൻ ലൈഫ് ഇസ് ഹൈലി മെറ്റീരിയലിസ്റ്റിക്. മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, പ്രയാണം എന്ന് പറയുന്നത് ധനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് താരതമ്യങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക്
മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും എനിക്ക് നേടുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കൂടുതൽ വിഷമമാണ് അവിടെ ഞാൻ സമ്പാദിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് വിഷമങ്ങളാണ് മനുഷ്യൻ സമ്പാദിക്കുന്നത്. ഇത്തരം ഒരു വിഷമങ്ങളുടെയും അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വലിയ ഭാരം പേറുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പക്ഷിയാകട്ടെ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഇഹലോകത്തുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതിനെ ബാധിക്കാതെ പകലന്തിയോളം തന്നെ സംഗീതം ഇങ്ങനെ പ്രകൃതിയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. സ്വന്തം മനസ്സിന്റെ പവിത്രമായ മനസ്സിന്റെ സന്തോഷം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ പക്ഷി ഇവിടെ ചെയ്യുന്നത്. സോ in the very beginning itself, in the very first stanza itself, the poet makes a kind of division between the human world, which is full of pain and suffering, and it is contrasted with the birds world, which is full of happiness and divinity and godliness and സെറിനിറ്റി. വളരെയധികം സന്തോഷം നിറഞ്ഞ പക്ഷിയുടെ ജീവിതവും മനുഷ്യന്റെ വിഷമങ്ങളും വിഷാദങ്ങളും അവിടെ കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്നു. Now let's move into the next stanza. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? Can you hear me? Can you hear me? Yes, are you able to? Okay. Now let's move into the next stanza. Higher, still and higher, from the earth thou springest like a cloud of fire. The deep blue thou wingest, and singing still dost soar, and soaring ever singest. Now in the next stanza, ആശ്ചര്യം, അദ്ദേഹം കണ്ട ആശ്ചര്യം പ്രകടിപ്പിച്ചു. രണ്ടാമതായിട്ട് മനുഷ്യ ജീവിതവുമായിട്ടുള്ള വ്യത്യാസം അദ്ദേഹം വരച്ചു കാണിച്ചു. അടുത്തതായിട്ട് പക്ഷിയുടെ ആ ഒരു പറന്നകലുന്ന ആ രീതിയാണ് കാണിച്ചിരിക്കുന്നത്. Higher, still and higher. So the bird is like floating high and high again from the earth. ഭൂമി ആകുന്ന അല്ലെങ്കിൽ വിഷമങ്ങൾ നിറഞ്ഞ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും. അപ്പോൾ കവിക്ക് ഭൂമിയിലെ ജീവിതം അത്രയധികം ദുസ്സഹമായിട്ടുണ്ടാകണം. കാരണം നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ, ധനത്തിന് പിന്നാലെയുള്ള മനുഷ്യന്റെ പാച്ചിൽ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള താരതമ്യം ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉടലെടുക്കുന്ന പല തലത്തിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകൾ, ഇവയൊക്കെ കൊണ്ട് തന്നെ മനുഷ്യ ജീവിതം ഇഹലോകത്ത് ഈ ഭൂമിയിൽ വളരെയധികം ദുർഘടമാണ്. അതേസമയം ഈ പക്ഷിയുടേതാണെങ്കിലോ എത്രയേറെ മനോഹരമാണ് എന്നാണ് ഈ കവി കാണുന്നത്, മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഒരു പക്ഷിയുടെ പറന്നകലുന്നത് ശ്രദ്ധിക്കുകയാണ്. ഹയർ ആൻഡ് ഹയർ, ഉയർന്നുയർന്ന് പോവുകയാണ്. ഈ ഒരു മണ്ണിൽ നിന്നും, ഈ ഒരു വിഷമങ്ങൾ മാത്രം കവിക്ക് സമ്പാദിച്ച ഈ മണ്ണിൽ നിന്നും പറന്നകലുന്ന ഒരു മനസ്സായിട്ടാണ്, ഒരു വെളിച്ചമായിട്ടാണ് ഈ ഒരു പക്ഷിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ഫ്രം ദ എർത്ത് ദൗ സ്പ്രിങ്ങസ്റ്റ്, ഭൂമിയിൽ നിന്നും പറന്നകലുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും പറന്നകലുക എന്ന് കാണിക്കുമ്പോൾ, ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ, again this shows that the bird is not a living entity. ഈ ഒരു പക്ഷി എന്നുള്ളത് ഒരു ജീവനുള്ള അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ അടക്കം ചെയ്ത ഒരു ഭൂമിയിലുള്ള ഒരു ജീവിയായിട്ടല്ല ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങ് അകലെ വാനിൽ എവിടെയോ, സ്വർഗരാജ്യത്ത് എവിടെയോ സ്ഥിതി ചെയ്യുന്ന സന്തോഷത്തിന്റെ ഒരു നിറകുടമായിട്ടാണ്, ഒരു ബ്ലിറ്റേ സ്പിരിറ്റ് ആയിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ. കണ്ടില്ലേ? ഇത് റൊമാൻറ്റിക് കവികളുടെ ഒരു പ്രത്യേകതയാണ്. വളരെയധികം എന്താ പറയേണ്ടുള്ളത്, വളരെയധികം സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് വളരെയധികം സംസാരിക്കുകയും അതുപോലെ തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് റൊമാൻറ്റിക് കവികളുടെ ഒരു പ്രത്യേകതയാണ്. ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ, ഉദിച്ചുയരുന്ന ഒരു അഗ്നിജ്വാല പോലെ, അത്രയേറെ ശക്തമായ തീവ്രമായിട്ടുള്ള ഒരു ചിന്തയായിട്ടാണ്, സന്തോഷത്തിന്റെ ഒരു നിറകുടമായിട്ടാണ് പക്ഷിയെ കാണിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഉയർന്ന് അത് ഉദിച്ച് വാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദ ഡീപ് ബ്ലൂ ദൗ വിങ്ങസ്റ്റ്, അങ്ങ് അകലെയുള്ള നീലാകാശത്ത് അത്
പാറി നടക്കുകയാണ്. ആൻഡ് സിംഗിങ് സ്റ്റിൽ ജസ്റ്റ് soar and soaring ever singest. പറന്നുകൊണ്ട് തന്നെ അത് പാടുകയാണ്. അതിന്റെ മനസ്സിലെ സന്തോഷം ആലപിച്ചുകൊണ്ട് അത് ആകാശത്തിലേക്ക് പറന്ന് അകലുകയാണ്, ആകാശ നീലിമയിലേക്ക് പറന്ന് അകലുകയാണ്. So here again you find this image. ഒരു മനസ്സിലൊരു ചിത്രം നമുക്ക് കിട്ടുകയാണ്. നശ്വരമായ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം, അല്ലെങ്കിൽ വിഷാദങ്ങൾ നിറഞ്ഞ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും ഈ ഒരു പക്ഷി ഒരു അഗ്നിജ്വാലയായി സംഗീതാത്മകമായി സംഗീതം പൊഴിച്ചുകൊണ്ട് അത് ഭൂമിയിൽ നിന്നും അത് പറന്നകലുകയാണ്. അത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ് ആദ്യത്തെ 2 സ്റ്റാൻസകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. In the golden lightning of the sunken sun, over which clouds are brightening, thou dost float and run like an unbodied joy, whose race is just begin. Now, മൂന്നാമത്തെ സ്റ്റാൻസയില് പുലർവേളയാണ് കാണിച്ചിരിക്കുന്നത്. പുലർവേളയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സോറി പുലർവേളയല്ല, സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് ദ സങ്കൻ സൺ. സങ്കൻ സൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യാസ്തമയം, അതായത് വൈകുന്നേരത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്വർണ്ണ ശോഭയുള്ള സൂര്യാസ്തമയ വേളയിൽ, over which clouds are brightening, അങ്ങകലെ ആകാശത്തിന്റെ അഗ്രങ്ങൾ, മേഘങ്ങളുടെ അഗ്രങ്ങൾ ഇങ്ങനെ വെള്ളി നിറത്തിൽ നിറങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ആ ഒരു വൈകുന്നേരത്തിൽ, thou dost float and run. ഈ വൈകുന്നേരത്ത് പോലും ഈ ഒരു പക്ഷി നിശബ്ദമായിരിക്കുന്നില്ല. അതിന്റെ സന്തോഷം കൊണ്ട് ആ വൈകുന്നേരം, ആ ഒരു സായാഹ്നത്തിലെ ആ ഒരു വെളിച്ചത്തിനിടയിൽ ഈ പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി നടക്കുന്നത് കാണുകയാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സന്തോഷം ഈ കവിക്കുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം പലപ്പോഴും ഒരു ദിവസത്തിന്റെ അന്ത്യമാകുമ്പോൾ പലപ്പോഴും ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇതൊന്നും തന്നെ എനിക്കിന്ന് തീർക്കുവാൻ സാധിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേടണം എന്ന് വിചാരിച്ചു, ഇതൊന്നും എനിക്ക് നേടുവാനായിട്ട് സാധിച്ചില്ല. ഇത്തരത്തിലുള്ള വിഷമങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും അലട്ടാറുള്ളത്. പക്ഷെ ഒരു പക്ഷിയെ സംബന്ധിച്ച്, ഈ സ്കൈലാർക്ക് എന്ന വാനമ്പാടിയെ സംബന്ധിച്ച് ആ ദിവസത്തിന്റെ അന്ത്യം പോലും അത് ഏറെ ആഹ്ലാദകരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Thou dost float and run like an unbodied joy, whose race is just begin. Whose race is just begin. വൈകുന്നേരമായി സൂര്യൻ അസ്തമിക്കുന്ന ഈ ഒരു വേളയിലും അതിന്റെ സന്തോഷം ഇനിയും ഏറെക്കുറെ അതിന് പറഞ്ഞു തരാനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സൂര്യൻ അസ്തമിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇവിടെ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തിന്റെ ഒരു പരമോന്നതിയിൽ നിൽക്കുന്ന ഒരു ചിഹ്നമായിട്ടാണ്, ഒരു നിറകുടമായിട്ടാണ് ഈ ഒരു പക്ഷിയെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. Now let's move into the next stanza. The pale purple even melts around thy flight like a star of heaven in the broad daylight. Thou art unseen, but yet I hear thy shrill delight. Okay, now we are moving into the 4th stanza. എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു PDF ഉണ്ട് എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ I'm moving on like this. We are moving on to the 4th stanza. Now, the 4th stanza presents an early dawn. 3rd stanza സൂര്യ അസ്തമയത്തിലുള്ള പക്ഷിയുടെ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുൻപുള്ള ആ ഒരു പുലർവേള എന്ന് പറയുമല്ലോ, ആ ഒരു വേളയിലുള്ള പക്ഷിയുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. The pale purple even melts around thy flight like a star of heaven. Star of heaven refers to Venus. ആകാശത്ത് നമ്മൾ ഒരു പക്ഷേ വളരെ പുലർവേളകളിൽ കാണാൻ സാധിക്കുന്ന സൂര്യന്റെ ഒരു ഉദയത്തിനൊക്കെ വളരെ മുമ്പ് സൂര്യന്റെ നേരിയ പ്രകാശം വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആകാശത്ത് ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് വീനസ്, ദ സ്റ്റാർ ഓഫ് ഹെവൻ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചന്ദ്രനെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് പോലും ഭൂമിയിൽ
സൂര്യന്റെ വെളിച്ചം വരുന്നത്, ആ ഒരു നേരിയ വെളിച്ചം വരുന്ന ആ ഒരു സമയത്ത് പോലും ഒരു പെയിൽ പേർപ്പിൾ ആയിട്ടുള്ള, പെയിൽ പേർപ്പിൾ മീൻസ് പേർപ്പിൾ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദ റെഡ് ആൻഡ് ദ ബ്ലൂ കളർ, നീലയും ചുമപ്പും ഇടകലരുന്ന ഒരു നിറമാണ് പേർപ്പിൾ. വളരെ നേരിയ സൂര്യന്റെ പേർപ്പിൾ പ്രകാശ കിരണങ്ങൾ ആകാശത്ത് പടരുന്ന ആ സമയത്ത് പോലും ഈ പക്ഷി ഉണർന്നുകൊണ്ട് പാടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും when a day breaks, if it is for the case of human beings, അടുത്ത ദിവസം വന്നിരിക്കുകയാണ്, ഇന്ന് ഒരു വളരെ ഭാരമോടുകൂടിയാണ് നമ്മൾ ആ ഒരു ദിവസത്തിനെ നമ്മൾ കാണുന്നത്. ഇന്ന് ഇത്രയും ജോലികൾ ചെയ്ത് തീർക്കണമല്ലോ, എനിക്ക് ഇപ്പോൾ തന്നെ വളരെ ക്ഷീണമുണ്ട്, എനിക്ക് വീണ്ടും അല്പനേരം കൂടി റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിർഭാഗ്യവശാൽ കഴിയില്ല. ഇങ്ങനെ വളരെ ഭാരത്തോടു കൂടിയാണ് മനുഷ്യൻ എഴുന്നേൽക്കുന്നതെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി അടുത്ത പ്രഭാതത്തിലും ഇതിനെ കാണാൻ സാധിക്കുന്നു. ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ എന്നാണ് ഒരു ഉപമയോടെ, യു ക്യാൻ ഫൈൻഡ് എ സിമിലി there, ലൈക്ക് എ സ്റ്റാർ ഓഫ് ഹെവൻ. ആകാശത്തിലെ ഒരു നക്ഷത്രമായിട്ടാണ് ഈ ഒരു പക്ഷിയെ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. Thou art unseen, but yet I hear thy shrill delight. Now in the very early morning, when the sky is still dark, the bird is not heard. The bird is not seen, but it can be heard. വളരെ നേരിയ രീതിയിൽ ആ ഒരു പക്ഷിയുടെ പാട്ട് ഇദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ പക്ഷി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. Can you hear me? Are you able to hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Now let's move into the fifth stanza. അഞ്ചാമത്തെ സ്റ്റാൻസയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. Keen as are the arrows of that silver sphere, whose intense lamp narrows in the white dawn clear, until we hardly see, we feel that it is there. Now അടുത്തത് നേരം പുലർന്നു, അതായത് ഒരു 5 മണി, 6 o'clock, ആ ഒരു ടൈമാണ് ഇവിടെ പറയുന്നത്. Keen as are the arrows of that silver sphere. അപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാലും ഒരു 7 മണിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ചന്ദ്രനെ നമുക്ക് വീണ്ടും അവിടെ കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള ഒരു ചന്ദ്രൻ, അതായത് അതിന്റെ പ്രഭയൊക്കെ മങ്ങി, പക്ഷേ ആ ഒരു ചന്ദ്രന്റെ ആ ഒരു വെള്ളി നിറമുള്ള പൂശിയ ആ ഒരു നിറമോടെ നമുക്ക് അതിനെ കാണാനായിട്ട് പടിഞ്ഞാറേ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. You can find that setting moon in the western skies. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Keen as are the arrows of that silver sphere, whose intense lamp narrows in the white dawn clear, until we hardly see, we feel that it is there. ചന്ദ്രന്റെ ഭംഗി ഇങ്ങനെ ഒളി മങ്ങി പോവുകയാണ് ചെയ്യുന്നത് പ്രഭാതത്തില്. 1 minute. ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച പോലെ ചന്ദ്രൻ അവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ശോഭ മങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അത് മാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ചന്ദ്രൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ yes, it is there. The moon is still there. It has not got completely set. അതുപോലെയാണ് ഈ ഒരു പക്ഷിയുടെ പാട്ടും. ഈ പക്ഷി എല്ലാ സമയത്തും ഏത് സമയത്തും അത് സൂര്യാസ്തമനത്തിലായാലും വളരെ ഉദിക്കുന്നതിന് വളരെ മുൻപായാലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലും ഈ ഒരു പക്ഷിയുടെ ശബ്ദം അവിടെയുണ്ട്. പക്ഷേ ഈ പക്ഷിയെ കവിക്ക് കാണുവാനായിട്ട് ദർശിക്കുവാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് ദെയർ, എവിടെയോ ഉണ്ട്. പക്ഷി വൃക്ഷത്തിന്റെ തലപ്പുകൾക്ക് ഇടയിൽ എവിടെയോ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്തത് പോലെ അതിൻ്റെ സന്തോഷം അതിങ്ങനെ മനുഷ്യരാശിക്ക് ഇങ്ങനെ പടർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിരവധി ഉപമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ ബേർഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റാർ ഓഫ് ഹെവൻ, ഒരു നക്ഷത്രമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഈവൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സിൽവർ സ്ഫിയർ ഓഫ് എ മൂൺ, ഒരു ചന്ദ്രന്റെ ഒരു ശോഭ പോലെ, പുലർവേളയിൽ അസ്തമിക്കാൻ പോകുന്ന ചന്ദ്രന്റെ ആ ഒരു പ്രഭയായിട്ട് ഒക്കെ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. Now let's move into the sixth stanza.
All the earth and air with thy voice is loud, as when night is bare from one lonely cloud, the moon rains outer beams and heaven is overflowed. All the earth and air with thy voice is loud. ഈ ഒരു പ്രപഞ്ചമാകെ, ഈ ഒരു ഭൂമിയും ഈ ഒരു വായുവും ഈ ഒരു പ്രതലങ്ങളും എല്ലാം തന്നെ ഈ ഒരു പക്ഷിയുടെ സംഗീതം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. As when night is bare from one lonely cloud. ഈ ഒരു പക്ഷിയുടെ നിരന്തരമായിട്ടുള്ള ഈ ഒരു സംഗീതത്തിനെ അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ്, ഒരു ഉപമ, ഒരു വസ്തുവുമായിട്ട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അത് എന്ത് ഉപമയാണെന്ന്. As when night is bare, as when night is bare. Night is bare means ആകാശത്ത് മേഘ പ്രതലങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ബെയർ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുക, BARE. From one lonely cloud, the moon rains out her beams and heaven is overflowed. പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചം ആകാശത്ത് മുഴുവൻ പടർന്ന് വ്യാപിച്ചിരിക്കുന്ന ആ ഒരു സംഗീതാത്മകമായിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാൽപ്പനികമായിട്ടുള്ള ആ ഒരു ദൃശ്യവുമായിട്ടാണ് ഈ ഒരു പക്ഷിയുടെ പകലന്തിയോളമുള്ള സംഗീതത്തെ ആ ഒരു മനസ്സിനെ കമ്പയർ ചെയ്യുന്നത്, ഉപമിക്കുന്നത്. Did you understand? Now, 1 മുതൽ 6 വരെയുള്ള സ്റ്റാൻസകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പക്ഷിയെ കണ്ടുമുട്ടിയതിലുള്ള ആശ്ചര്യമാണ് കവി പ്രകടിപ്പിക്കുന്നത്. The poet is in fact expressing the feeling of wonder at having met with the bird in the very stanza number 1 to stanza number 6. Okay, now let's move into stanza number 7 to 12. Now in stanza number 7 to 12, the poet is totally a fan of the bird. ഈ ഒരു പക്ഷിയുടെ സൗന്ദര്യത്തിലും സംഗീതത്തിലും ഈ ഒരു പക്ഷിയുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിൽ ആ ഒരു മനസ്സിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് ഈ അടുത്ത സ്റ്റാൻസകളിൽ അദ്ദേഹം വിവരിക്കുന്നത്. Now, stanza number 7 to stanza number 12 is full of similes. ഉപമകൾ നിറഞ്ഞതാണ്. The bird is compared to this, the bird is compared to that. ഒന്നിലധികം വസ്തുക്കളുമായിട്ട്, ഭൂമിയിൽ നമുക്ക് സൗന്ദര്യം തുടിക്കുന്ന പല വസ്തുക്കളുമായിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ അദ്ദേഹം മഴവില്ലുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് ഈ പക്ഷിയെ. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വെട്ടം ചിഹ്നിച്ചുകൊണ്ട് പാറുന്ന ഒരു ജീവിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റോസാ പുഷ്പമായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പല ഉപമകളിലേക്ക് ഈ ഒരു പക്ഷിയെ കൊണ്ടുപോകുന്നത്? അതിന് കാരണമുണ്ട്. The poet is trying to examine the poet is trying to examine the bird and he is trying to define the bird. ഈ ഒരു പക്ഷിയിൽ അത്രയധികം ആകർഷിക്കപ്പെട്ട ഇദ്ദേഹം ഈ പക്ഷിയെ മനുഷ്യന്റെ ഭാഷയിൽ വിവരിച്ചു കാണിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ വിവരിച്ചു കാണിക്കുന്നതിന്റെ ഭാഗമായി അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹം ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇതിനെ പല ഉപമകളിലേക്ക് കൊണ്ട് നയിക്കുക എന്നുള്ളത്. Let's go into those similes so you will understand, you can better comprehend the poem. Let's go into that. Stanza number 7. What art thou we know not, what is most like thee? ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഒരു ചോദ്യത്തോടു കൂടിയാണ് അടുത്ത സ്റ്റാൻസ തുടങ്ങുന്നത്. What thou art we know not. ഈ ഒരു പക്ഷി ഇതെന്താണ്? Poet is actually confused as to why the bird is looking so pure, the bird is looking so serene, the bird is looking so divine. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, hail to the blithe spirit. ഒരു ദൈവീക ചൈതന്യമുള്ള, ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു സോൾ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഇദ്ദേഹം ചിന്തിക്കുകയാണ്,
ഈ പക്ഷിയെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ എനിക്ക് വിവരിക്കാം? വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ക് ദി? ഈ പക്ഷിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമിയിലെ സുന്ദരമായിട്ടുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? From rainbow clouds there flown out drops so bright to see, as from thy presence showers a rain of melody. ആദ്യമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്ന സിമിലി ഇതാണ്. The poet is comparing the bird song to that of the rainbow clouds. You have all seen rainbows. Rainbows ആർക്കാണ് ഇഷ്ടമല്ലാത്ത? മഴവില്ലാണ്. അപ്പൊ മഴവില്ലിൽ നിന്നും പൊഴിയുന്ന മഴ കണങ്ങൾ പോലെ, മഴത്തുള്ളികൾ പോലെ, സംഗീത നിറഞ്ഞ മഴത്തുള്ളികൾ പോലെ ആണ് ഈ ഒരു പക്ഷിയുടെ സംഗീതം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ ബേർഡ് ഈസ് ആക്ച്വലി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ റെയിൻബോ, a rainbow which is shedding beautiful melodious raindrops. ആ ഒരു മഴവില്ലിൽ നിന്നും മനോഹരമായിട്ടുള്ള സംഗീതാത്മകത നിറയുന്ന മഴത്തുള്ളികൾ ഇങ്ങനെ പൊഴിയുന്ന ഒരു എന്താ പറയാനുള്ളത്, ഒരു റെയിൻബോയുമായിട്ടാണ് ഈ ഒരു പക്ഷിയുടെ സംഗീതത്തിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് കമ്പാരിസൺ. ഓക്കെ, സോ കമ്പാരിസൺ ടു ദ റെയിൻബോ. Okay. Now, moving into stanza number 8. Like a poet hidden in the light of thought, singing hymns unbidden, till the world is wrought to sympathy with hopes and fears that he did not. Now, in the next stanza, the poet is comparing the bird to that of a poet. Shelley, ഈ ഒരു പക്ഷിയെ ഒരു ചിന്തയിൽ മുങ്ങി ഇരിക്കുന്ന ഒരു കവിയെ പോലെ, ചിന്തയിൽ മുങ്ങിയിരിക്കുന്ന ഒരു ചിന്തകനല്ല, എ പേഴ്സൺ, ഒരു ഫിലോസഫറെ അല്ല ഇവിടെ പ്രസന്റ് ചെയ്യുന്ന, ഒരു കവിയെയാണ്. ഒരു കാൽപ്പനികമായിട്ടുള്ള മനസ്സിലേറെ സൗന്ദര്യ ബോധമുള്ള ഒരു വ്യക്തിയാണല്ലോ ഒരു കവി. ചിന്തയിൽ മുങ്ങിയിരിക്കുന്ന ഒരു കവി ആയിട്ടാണ് ഈ ഒരു പക്ഷിയെ അടുത്തതായിട്ട് കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് എ പോയറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട്, singing hymns unbidden. Singing hymns. Hymns എന്ന് പറഞ്ഞാൽ സ്തുതി ഗീതങ്ങൾ, അല്ലേ? സ്തുതി ഗീതങ്ങൾ, അനേകായിരം സ്തുതി ഗീതങ്ങൾ എഴുതുവാനും സങ്കല്പിക്കുവാനും കഴിയുന്ന, ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരു കവിയായിട്ടാണ് ഈ ഒരു പക്ഷിയെ അടുത്തതായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ വെരി ഗ്രേറ്റ് കമ്പാരിസൺ, റൈറ്റ്? Till the world is wrought. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കവി ഇങ്ങനെയുള്ള കവിതകൾ എഴുതുന്നത്? Till the world is wrought. നശ്വരമായ, അല്ലെങ്കിൽ ധനത്തിനും അല്ലെങ്കിൽ മത്സരങ്ങൾക്കും പിന്നാലെ പോകുന്ന മനുഷ്യരെ മനസ്സിലാക്കി എടുക്കുവാൻ പോന്ന കവിതകൾ എഴുതുന്ന കവിയുമായിട്ടാണ് ഈ ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുന്നത്. So that is something which is extraordinary, right? To sympathy with hopes and fears that he did not. So in this stanza, the bird is being compared to a poet, a unique poet. Not any poet, ഏതെങ്കിലും ഒരു സാധാരണ കവിയല്ല, വളരെ ഉദാത്തമായിട്ടുള്ള കവിതകൾ, മനുഷ്യരാശിയെ പരിവർത്തനം ചെയ്യുവാൻ പോന്ന ഒരു ദൈവദൂതനെ പോലെ കവിതകൾ എഴുതുന്ന, മനുഷ്യരാശിക്ക് നല്ല കാര്യങ്ങൾ, മനുഷ്യരാശിയെ മാറ്റുവാൻ കെൽപ്പുള്ള കവിതകൾ എഴുതാൻ സാധിക്കുന്ന ഒരു കവിയെ പോലെയാണ് ഈ ഒരു പക്ഷി എന്ന് പറയുമ്പോൾ, ഈ ഒരു പക്ഷിയുടെ സ്ഥാനം ഈ ഒരു കവിയുടെ മനസ്സിൽ എത്രത്തോളം വലുതാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. വായനക്കാരത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. Now let's move into the stanza number 9. Can you hear me? Are you able to hear me? Yes, sir. Okay. Now let's move into the stanza number 9. Like a high-bound maiden in a palace tower, soothing her love-laden soul and secret heart with music sweet as love, which overflows her bower. ഇനി അടുത്തതായിട്ട്, the poet is comparing the bird to a high-bound maiden. High-bound, aristocratic, ഉന്നത ശ്രേണിയിലുള്ള ഒരു
മെയ്ഡൻ, അൺമാരീഡ് വിമൻ, വിവാഹം കഴിക്കാത്ത ഒരു ഉന്നത കുലജാതയായ ഒരു സ്ത്രീ, an aristocratic lady. ഇവിടെ അരിസ്റ്റോക്രാറ്റിക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന് വളരെയധികം പവിത്രതയുള്ള, വളരെയധികം നല്ല ചിന്തകളുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. ഇൻ എ പാലസ് ടവർ, വളരെയധികം ഉന്നതമായിട്ടുള്ള ഒരു കൊട്ടാരക്കെട്ടുകൾക്ക് ഉന്നതിയിലുള്ള ഒരു സ്ഥാനത്ത് ജീവിക്കുന്ന ഒരു മെയ്ഡൻ. സൂതിങ് ഹർ ലവ് ലെയ്ഡൻ സോൾ ഇൻ സീക്രട്ട് അവർ, മനസ്സ് നിറയെ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയാണ്. അവർ ആരോരും കേൾക്കാതെ, ആരോരും കാണാതെ. What does she do? With music sweet as love which overflows her bower. വളരെ ഉയർന്ന ഒരു കൊട്ടാരക്കെട്ടുകളിൽ ജീവിക്കുന്ന ഈ സ്ത്രീ, ഈ യുവതി, സ്നേഹം മനസ്സിൽ നിറഞ്ഞതുകൊണ്ട്, മനസ്സിനെ താലോലിച്ചുകൊണ്ട് സംഗീതം ആലപിക്കുകയാണ്. ഇത് ആരോരും കേൾക്കാതെ ഒരു സംഗീതം ആലപിക്കുകയാണ്. ഇത് ഉയർന്ന ഒരു കൊട്ടാരക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി പരക്കുകയാണ്. സോ ലുക്ക് അറ്റ് ദാറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ബേർഡ് ടു ദാറ്റ് ഓഫ് എ ഹൈ ബോൺ മെയ്ഡൻ sitting somewhere on a high bower and singing and soothing her love-laden soul by singing songs, right? So ഇതിവിടെ ഈ ഒരു കവിയുടെ ഈ ഒരു ഭാവന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പക്ഷി ഉയർന്ന ചില്ലകളിൽ എവിടെയോ ഇരുന്ന്, ഭൂമിയിൽ നിന്നൊക്കെ വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട്, മനുഷ്യന്റെ ചിന്തകളിൽ നിന്നൊക്കെ വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് വളരെയധികം ഭാവത്തോടുകൂടി സംഗീതം ആലപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെയുള്ള ഈ ഒരു ഉപമകൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഹി കമ്പയർഡ് ദ ബേർഡ് ടു ദാറ്റ് ഓഫ് ദ റെയിൻബോ. സോ റെയിൻബോ ഇസ് സൈറ്റ്, വിഷൻ ആണ്, കാഴ്ചയാണ്. രണ്ടാമതായിട്ട് ദ ബേർഡ് ഈസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ പോയറ്റ് ഹിഡൻ, ഒരു കവി, ഒരു സാങ്കല്പിക കവിയായിട്ടാണ്, ചിന്തയിൽ മുങ്ങിയിരിക്കുന്ന ഒരു കവിയായിട്ടാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് തോട്ട്, ചിന്തയാണ്. Now, in the third one, the bird is compared to a maiden who is singing out her heart. സ്വന്തം ഹൃദയം തുറന്ന് പാടുന്ന ഒരു യുവതിയായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ കേൾവിയായി. അപ്പൊ കാഴ്ച, ചിന്ത, കേൾവി. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ എടുത്ത് ആ ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. All right. Now, let's move into the 10th stanza. Like a glowworm golden in a dell of dew, scattering unbeholden its aerial hue among the flowers and grass which screen it from the view. Now, this is my personal favorite. Like a glowworm golden. രാവിൽ വെട്ടം വീശിക്കൊണ്ട് പറക്കുന്ന ചില ഇൻസെക്ട്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വയലുകളുടെ സമീപത്തൊക്കെ ഇത്തരം ഇങ്ങനെ വെളിച്ചം വീശിക്കൊണ്ട് ഇത്തരം ഇൻസെക്ട്സ്, ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. സോ ദ ബേർഡ് ഈസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ഗ്ലോ വർം ഗോൾഡൻ, സ്വർണ്ണ ശോഭയുള്ള ഒരു glowwormine pole in a dell of dew. Dell of dew means a valley. Okay, ഒരു പുൽമേട്, a valley which is full of dew. മഞ്ഞ് കണങ്ങൾ വീണ് പതിച്ച് അതിമനോഹരമായിരിക്കുന്ന ഒരു വാലി ഏരിയ, ഒരു പുൽമേടിലൂടെ പറന്ന് നീങ്ങുന്ന ആ ഒരു വെളിച്ചം വീശിക്കൊണ്ട് പറന്ന് നീങ്ങുന്ന ആ ഒരു ജീവിയുമായിട്ടാണ് പക്ഷിയെ കമ്പയർ ചെയ്യുന്നത്. ഇറ്റ്സ് aerial hue among the flowers and grass which screen it from the view, and the little insect, it is spreading its light into this grass and the little flowers. അവിടെയുള്ള കൊച്ചു പൂക്കളിലും പുല്ലിലും ഒക്കെ തന്നെ ഇതിന്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ചെറിയ ഒരു ഇൻസെക്റ്റിനെ പോലെ ആണ് ഈ ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് അഗൈൻ എ വെരി ബ്യൂട്ടിഫുൾ കമ്പാരിസൺ. ഇവിടെയും നമുക്ക് കാഴ്ചയുടെ ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് ഈ ഒരു കവി ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുന്നത്. Are you able to hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? Just confirm. Okay. Now moving into the 11th stanza. നമ്മൾ 11th stanzaയിലേക്ക് പോവാണ്. Like a rose embowered in its own grass leaves.
by warm winds deflowered till the scent it gives makes faint with too much sweet. Those heavy winged thieves. അടുത്തതായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു റോസ് ആയിട്ടാണ് ഇത് ഈ ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് എ റോസ് എംപവേർഡ്. എംപവേർഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഇലകൾ കൊണ്ട് മൂടപ്പെട്ട് നിൽക്കുന്ന ഒരു റോസ്, ഒരു ബൊക്കെ പോലെ തോന്നിക്കുന്ന പോലെ, പല ഇലകൾക്ക് നടുവിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പൂവ് എടുത്തു വെച്ചിരിക്കുന്ന പോലെ, ഇങ്ങനെ പല ഇലകൾക്ക് നടുകിലായിട്ട് നിൽക്കുന്ന ഒരു റോസാ പൂ പോലെ. ഇൻ ഇറ്റ്സ് ഓൺ ഗ്രാസ് ലീവ്സ് ബൈ വാം വിൻഡ്സ് ഡിഫ്ലവർഡ് ആൻഡ് ഇറ്റ്സ് സമ്മർ സീസൺ ആണ്. സമ്മർ സീസണിലെ കാറ്റടിച്ച് ഈ ഒരു പുഷ്പത്തിന്റെ ഇതളുകൾ ഇങ്ങനെ മനോഹരമായിട്ട് നിലത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ടിൽ ദ സെന്റ് ഇറ്റ് ഗിവ്സ്. ഈ ഒരു പൂവ് പൂർണ്ണമായിട്ടും ഇതളുകൾ പൊഴിഞ്ഞു വീഴുമ്പോഴും അതിന്റെ ആ ഒരു സുഗന്ധം, അതിൽ അവശേഷിക്കുന്ന സുഗന്ധം പൂർണ്ണമായിട്ടും മാറുന്നില്ല. Till the scent it gives makes faint with too much sweet. Those heavy winged thieves. Heavy winged thieves. Heavy, വളരെ കട്ടിയുള്ള ചിറകുകളുള്ള മോഷ്ടാക്കൾ. ആരാണിത്? ഇത് വണ്ടുകളാണ് അല്ലെ, തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളാണ്. ഹെവി വിങ്ങഡ് തീവ്സ്. പൂക്കളിൽ നിന്നും തേൻ കവർന്നു കൊണ്ടുപോകാൻ വരുന്ന വണ്ടുകൾ. അപ്പൊ ഈ ഒരു സുഗന്ധം കേട്ടിട്ട് അവ പോലും മതിമറന്ന അവസ്ഥയിലാണ്. മേക്സ് them faint, right? So here is a presentation of a flower which is embowered amongst the leaves and which gives a beautiful scent. Okay, so this is another simile that the poet employs. ഈ ഒരു പക്ഷിയെ മനോഹരമായിട്ടുള്ള ഒരു റോസാ പൂവിന്റെ സുഗന്ധവുമായിട്ട് വരെ കമ്പയർ ചെയ്തിരിക്കുന്നു. അത്രയ്ക്ക് ഭംഗിയുള്ള, അനശ്വരമായിട്ടുള്ള അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു പക്ഷിയെ പറയുന്നത്. Right, so here we have the smell, the sense of smell. കാഴ്ച, സുഗന്ധം, എല്ലാ മനുഷ്യൻ അറിയാവുന്ന എല്ലാ സെൻസ് കാര്യങ്ങളുമായിട്ടും ഈ ഒരു പക്ഷിയെ കമ്പയർ ചെയ്യുന്നു. Now, the next stanza. Sound of vernal showers on the twinkling grass, rain awakened flowers, all that ever was joyous and clear and fresh, thy music doth surpass. Sound of vernal showers. Now the last comparison is to that of vernal showers. Sorry, 1 minute. There was a phone call and I was startled because I was so focused into the teaching. Now, the sound of vernal showers. Vernal showers means നല്ല മഴയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേർണൽ ഷവേഴ്സ്, പുതുമഴ എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷെല്ലി ഒരു ഇംഗ്ലീഷ് കവിയാണ്. ഇവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് സീസൺ, അതായത് പുതുനാമ്പുകൾ വരുന്ന ഒരു സീസണാണ് സ്പ്രിംഗ്. അപ്പൊ ഈ ഒരു സീസണിൽ വരുന്ന പുതുമഴകളിലുള്ള ഒരു കാഴ്ചയാണ് അദ്ദേഹം പറയുന്നത്. സൗണ്ട് ഓഫ് വേർണൽ ഷവേഴ്സ് ഓൺ ദ ട്വിങ്ക്ലിംഗ് ഗ്രാസ്. പുതുമഴ വന്ന് പുതു ഇലകളിൽ വന്ന് വീഴുന്ന ആ ഒരു ശബ്ദമാണ് അദ്ദേഹം ഓർക്കുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഈ ഒരു പക്ഷിയെ. Rain awakened flowers, all that ever was joyous and clear. അത്രയേറെ മനോഹരമായിട്ട് മഴ പെയ്ത്, പുതുനാമ്പുകളിൽ മഴ പെയ്ത് പുതുനാമ്പുകളാകെ ഉണർന്ന് നിൽക്കുന്ന ആ ഒരു സ്പ്രിംഗ് സീസണുമായിട്ട് ഈ ഒരു പക്ഷിയുടെ പാട്ടിനെ കമ്പയർ ചെയ്യുന്നു. Joyous and clear and fresh thy music doth surpass. അദ്ദേഹം പറയുന്നത്, your music, the song of the music is even better. It surpasses എന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചു കളയുക. പക്ഷിയുടെ പാട്ട് തീർച്ചയായിട്ടും ഈ പുതുമഴ പെയ്ത് വീണ് കിടക്കുന്ന ഈ ഒരു ഇലകളെക്കാൾ ഒക്കെ, ആ ഒരു കാഴ്ച അനുഭവത്തെക്കാൾ, ആ ഒരു ശബ്ദ അനുഭവത്തെക്കാൾ എത്രയോരോ മാധുര്യമുള്ളതാണ് നിങ്ങളുടെ ശബ്ദം എന്നാണ് പറയുന്നത്. Did you understand? So you have all sorts of similes. The bird is being compared to, different sights and sounds and smells that is available on the earth. ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളിലേക്കും ഈ ഒരു കവി
ഈ ഒരു പക്ഷിയെ താരതമ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഒരു പക്ഷിയെ എത്രത്തോളം ഭാവത്തോടു കൂടിയാണ്, എത്രത്തോളം സൗന്ദര്യത്തോടു കൂടിയാണ് ഈ ഒരു പക്ഷിയെ കവി കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. Now, the next set of stanzas, that is stanza number 13 to 21. ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു കവിത പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. കാഴ്ചപ്പാടല്ല, ഇദ്ദേഹം ചില കാര്യങ്ങൾ പക്ഷിയോട് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണ് എന്ന് നോക്കാം. Can you hear me? Let me check. Are you able to hear me? Are you able to hear me? Okay. Now let's move to stanza number 13. But before that, let me check the time. Now it is 12:18. നമ്മൾ 12:30 class wind up ചെയ്യും. All right. Now, let's move into stanza number 13. Teacher's spirit a bird. Now, ഇത് ഈ ഒരു വരി വായിക്കുമ്പോൾ, അടുത്ത ഒരു സ്റ്റാൻസ വായിക്കുമ്പോൾ, അത്രയും നേരം ഷെല്ലി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഭാവത്തിലല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്. നോക്കൂ, if you look into stanza number 1 to stanza number 6, ഈ ഒരു പക്ഷിയെ കണ്ട ആശ്ചര്യമാണ് പറയുന്നത്. The poet is sharing the wonder at having seen the bird. In stanza number 7 to stanza number 12, the poet is so attracted to the bird that he is comparing the bird to this, that, and those, and these. എല്ലാ കാര്യങ്ങളുമായിട്ടും ഈ പക്ഷിയെ കമ്പയർ ചെയ്യുന്നുണ്ട്. അടുത്ത വരിയിൽ ഇദ്ദേഹത്തിന്റെ പക്ഷിയോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം പക്ഷി മനുഷ്യനേക്കാൾ എത്രയോ ഉദാത്തമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു മഹാകവി ഒരു പക്ഷിയോട് ചോദിക്കുകയാണ്, ടീച്ചേഴ്സ്, മനുഷ്യരാശിയെ പഠിപ്പിക്കൂ. അല്ലയോ പക്ഷി, ഞങ്ങളെ പഠിപ്പിക്കൂ. എന്താണ് സന്തോഷം? എങ്ങനെയാണ് സന്തോഷമായി ഇരിക്കാൻ കഴിയുക? വാട്ട് ഈസ് ഹാപ്പിനെസ്? പ്ലീസ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് സ്പിരിറ്റ് ഓഫ് ബേർഡ്. നിങ്ങളൊരു പക്ഷിയാണോ, ഒരു ജീവിയാണോ, അതോ ഒരു സന്തോഷത്തിന്റെ ഒരു നിറകുടമാകുന്ന ഒരു മനസ്സാണോ? എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളെ പഠിപ്പിച്ചു തരൂ എന്നാണ് ഇവിടെ പറയുന്നത്. What sweet thoughts are thine. എന്ത് സുന്ദരമായ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ അടക്കം ചെയ്തിരിക്കുന്നത്. I have never heard praise of love or wine that panted forth a flood of rapture so divine. A flood of rapture. Rapture means അതിഭയങ്കരമായ സന്തോഷം. അതിഭയങ്കരമായ സന്തോഷം മനുഷ്യന് അനുഭവവേദ്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ അതിഭയങ്കരമായ സന്തോഷം എവിടെയെങ്കിലും അനുഭവിച്ചാൽ അതിഭയങ്കരമായ ദുഃഖവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഹ്യൂമൻ ലൈഫ് ഇസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് admixture of sadness and happiness and sadness and happiness. It goes on like that alternatively. അതുകൊണ്ട് തന്നെ നമുക്ക് അതിഭയങ്കരമായ സന്തോഷം നമുക്ക് കിട്ടുമോ എന്ന് തന്നെ നമുക്കറിയില്ല. ധനത്തിന് പിന്നാലെ പോയാൽ, ധനം സമാഹരിച്ചാൽ സന്തോഷം കിട്ടുമോ? ഇല്ല. വളരെ വിലപിടിപ്പുള്ള ഒരു BMW കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമോ? ഇല്ല. ഒത്തിരി ജ്ഞാനം ഉണ്ടെങ്കിൽ സന്തോഷം കിട്ടുമോ? ആത്മീയ ജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷം കിട്ടും. അതുപോലെ ഈ ഒരു പക്ഷിയെ പറയുന്നത്, യു ഹാവ് എ ഫ്ലഡ് ഓഫ് റാപ്ചർ. അത്ര മനസ്സിന് അത്ര പവിത്രതയിൽ നിന്നാണ് ഈ പക്ഷിക്ക് ഇത്ര സൗന്ദര്യമുള്ള പാട്ട്, ഇത്രയും സൗന്ദര്യമുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. Can you please teach me half of it? കുറച്ചെങ്കിലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാൻ പറ്റുമോ? And your music is so divine. അത്രയേറെ ദൈവീക ചൈതന്യമുള്ളതാണ് നിങ്ങളുടെ സംഗീതം. That panted forth a flood of rapture so divine. A flood of rapture. സന്തോഷത്തിന്റെ ഒരു കുത്തൊഴുക്കാണ്. Flood of rapture so divine. അത്യുന്നതങ്ങളിൽ ഉള്ള സന്തോഷങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഈ ഒരു സംഗീതത്തിലൂടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. Now, let's go to the 14th stanza. Chorus, hymnal, or triumphal chant, matched with thine would be all but an empty want, a thing wherein we feel there is some hidden want.
ഇവിടെ വളരെയധികം ഇദ്ദേഹം തത്വചിന്തയിലേക്ക് പോകുന്നുണ്ട്. ഹീസ് ആക്ച്വലി ഫിലോസഫൈസിങ് ദ മ്യൂസിക് ഓഫ് ദ ബേർഡ്. കോറസ്, ഹിംനിയൽ. കോറസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വ്യക്തികൾ സംഘഗാനമാണ് കോറസ്. ഹിംനിയൽ മീൻസ് എ മാരേജ് സോങ്, ഒരു സംഗീത ഒരു വിവാഹവേളയിൽ പാടുന്ന ഒരു ഗാനം പോലെ. ഓർ ട്രയംഫൽ ചാന്റ്, ഒരു വിജയം ആഘോഷിക്കുന്ന, ഒരു ഉദ്ഘോഷിക്കുന്ന, ഒരു ട്രയംഫന്റ് ആയിട്ടുള്ള ഒരു സംഗീതത്തിനേക്കാൾ. Matched with thine would be all but an empty one. നിങ്ങളുടെ സംഗീതം ഇവയോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു വിവാഹ വേദിയിലെ സംഗീതത്തിനേക്കാൾ, ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു വിജയഗാനത്തിനേക്കാൾ എത്രയോ മാധുര്യവും എത്രയോ വിലയും ഉള്ളതാണ് നിങ്ങളുടെ സംഗീതം. A thing wherein we feel there is some hidden want, there is some hidden essence in your music. എന്തോ ദിവ്യമായ ചൈതന്യമുള്ളതാണ് നിങ്ങളുടെ സംഗീതം. സോ ഈ ഒരു പക്ഷിയുടെ പാട്ടിനെ ഇപ്പൊ നിരവധി രീതിയിൽ ഇദ്ദേഹം പുകഴ്ത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഹി ഈസ് ആക്ച്വലി ട്രൈങ് ടു ക്ലാസിഫൈ ദ ഹ്യൂമൻ വേൾഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ബേർഡ്സ് വേൾഡ്. മനുഷ്യ ജീവിതം നശ്വരമാണ്. മനുഷ്യൻ ധനത്തിന് പിന്നാലെ പോകുന്ന ഒരു മെറ്റീരിയലിസ്റ്റ് ആണ്. ഹി ഈസ് എ മെറ്റീരിയലിസ്റ്റ് റണ്ണിങ് ബിഹൈൻഡ് മണി ആൻഡ് തിങ്സ്. മനുഷ്യൻ പലപ്പോഴും മനുഷ്യരെ തന്നെ കമ്പയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഉള്ളതും തനിക്കില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് മനുഷ്യന് ഉള്ളത്. മനുഷ്യന് എപ്പോഴും താരതമ്യങ്ങളിലാണ് മനുഷ്യന് താല്പര്യം. പക്ഷെ ഈ ഒരു പക്ഷിയാകട്ടെ ഇഹലോകത്ത് നിന്നുള്ള സർവ പീഡകളിൽ നിന്നും ആദ്യമായിട്ടുള്ള സന്തോഷമാകട്ടെ, അത്യധികമായിട്ടുള്ള വിഷമങ്ങളാകട്ടെ, മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യന്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണമാകുന്ന ഒരു കാര്യങ്ങളും ഈ പക്ഷിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പക്ഷിയായി മാറുവാനാണ്, ഒരു സ്കൈലാർക്ക്, ഒരു വാനമ്പാടി ആകുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാം അതാകാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ടീച്ച് മീ, ഞങ്ങളെ പഠിപ്പിച്ചു തരൂ, മനുഷ്യന് പഠിപ്പിച്ചു തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ എന്നാണ് പറയുന്നത്. Now moving on to stanza number 15. What objects are the fountains of the happy strains? What fields or waves or mountains? What shapes of sky or plain? What love of thine own kind? What ignorance of pain? അദ്ദേഹം അന്വേഷിക്കുകയാണ് ഈ ഒരു പക്ഷിയുടെ സംഗീതത്തിന് പിന്നിലുള്ള കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയാണ്. വാട്ട് ഒബ്ജക്ട്സ് ആർ ദ ഫൗണ്ടൻസ് ഓഫ് ദൈ ഹാപ്പി സ്ട്രെയിൻ? എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇത്രയേറെ സന്തോഷമായിരിക്കുന്നത്? റൈറ്റ്സ്, ഹാപ്പി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള ഒരു ഗാനം. See, I have underlined all the difficult words and its corresponding English meanings in the PDF that I have provided you. നിങ്ങൾക്ക് തന്ന PDF-ല് ഞാൻ ആ പദാർത്ഥങ്ങൾ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കുക. വാട്ട് ഫീൽഡ്സ്, വേവ്സ്, മൗണ്ടൻസ്, ഈ ഭൂമിയിലെ മനോഹരമായിട്ടുള്ള വയലേലകളോ, ഈ ഭൂമിയിലെ കടലുകളോ, അതിലെ തിരമാലകളോ, ഈ മനോഹരമായിട്ടുള്ള കുന്നിൻ ചരിവുകളോ, ഇതിൽ ഈ നീലാകാശമോ, ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഇത്രയേറെ സൗന്ദര്യം, നിങ്ങൾക്ക് ഇത്രയേറെ സന്തോഷം നൽകുന്നത്? എനിക്ക് പറഞ്ഞു തരൂ. ഓക്കെ, now let's move into the next stanza. We are running out of time. Stanza number 16. With thy clear, keen joyance, languor cannot be. Shadow of annoyance never came, never thee. Thou lovest but never knew love's sad satiety. With thy clear, keen joyance, languor cannot be. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷത്തിന്റെ ഉദാത്തമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അതാണ് കീൻ ജോയൻസ്, ഉദാത്തമായിട്ടുള്ള സന്തോഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷാദം ഒരിക്കലും ഉണ്ടാവുകയില്ല. മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ at a certain point of time you will become sad or you will become extremely depressed. വളരെയധികം ഡിപ്രസ്ഡ് ആവാനുള്ള, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്താണ് എന്ന് എല്ലാ മനുഷ്യരും ഈ ഒരു അവസ്ഥ കടന്ന് പോയേ മതിയാകൂ. പക്ഷേ ഇത്രയധികം
തനിമത്വമുള്ള മനസ്സുള്ള ഈ ഒരു പക്ഷിക്ക് ഒരിക്കലും മനുഷ്യൻ അനുഭവിക്കുന്ന ഡിപ്രഷനോ മാനസിക വ്യഥകളോ അനുഭവിക്കേണ്ടി വരികയില്ലല്ലോ എന്ന് കവി ചിന്തിക്കുകയാണ്. Right. And it goes on like that because we are running out of time. Let's go to the next stanza. Waking or asleep, thou of death must deem things more true and deep than we mortals dream. Or how could thy notes flow in such a crystal stream? Waking or asleep, thou of death must deem things more true and deep. Things more true and deep. വളരെയധികം ആഴമുള്ള, വളരെയധികം സത്യസന്ധതയുള്ള സംഗീതമാണ് നിങ്ങൾ ആലപിക്കുന്നത്. ദാൻ വി മോർട്ടൽസ് ഡ്രീം. എത്രയോ ഉയരങ്ങളിലാണ് ഈ ഒരു പക്ഷി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പക്ഷിയുടെ മാനസികാവസ്ഥ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മുക്തി നേടി ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള സുഖങ്ങളും വിഷമങ്ങളും ഒന്നും അനുഭവിക്കാൻ പാത്രമാകാതെയാണ് ഈ പക്ഷി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പക്ഷി വളരെ ഉന്നത ശ്രേണിയിൽ ഈ ഒരു കവി പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ദാൻ വി മോർട്ടൽസ് ഡ്രീം. നിങ്ങളുടെ സംഗീതം അനശ്വരമാണ്. കാരണം ഈ ഒരു പക്ഷി, ഈ ഒരു ഗാനം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, ഈ ഒരു പാട്ട് കേട്ട് ആരെങ്കിലും ആസ്വദിച്ച് കൈ കൊട്ടുന്നുണ്ടോ എന്നൊന്നും ഈ പക്ഷി തിരക്കുന്നതേ ഇല്ല. ഈ പക്ഷി, the bird is just engaged in doing its duty. That's it. It's not bothered about the consequences. പക്ഷേ മനുഷ്യനാണെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഇതിന് പ്രത്യുപകാരമായി എനിക്ക് എന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതേസമയം ഇതിൽ നിന്ന് നമുക്ക് മാറുവാൻ സാധിക്കുമോ? ഇല്ല. കാരണം ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് നോട്ട് ദ ബേർഡ്, റൈറ്റ്? Oh, how could thy notes flow in such a crystal stream? ഒരു വളരെ പരിശുദ്ധിയുള്ള ഒരു അരുവിയിലെ ജലം പോലെ